ഈ 18ഓളം ആൾക്കാരുടെ പേരിൽ ഞാൻ പീഡന കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ FIRന്റെ ഇതിന് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഈ 18 പേരിൽ ഒരാളും കൂടി ഉണ്ട്, 19-ാമേ. ആരെന്താന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ലസിത പാലക്കൽ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്വന്തം വീടും വീട്ടുകാരെ നന്നാക്കുക, എന്നിട്ട് നാട് നന്നാക്കാനല്ല. ഞാൻ എന്തായാലും എന്താ പറയാ, അതെന്തടാ കുഴപ്പം? അവക്കടെ വീട്ടിലെന്തോ കുഴപ്പം? അമ്മയും കുഴപ്പമില്ല, മക്കളും കുഴപ്പമില്ല. ഇനി ആരും അവള് നന്നാക്കേണ്ടത്? കെട്ടിയോൻ പഞ്ചഭാവം. ഇനി അവൾ ആരെയും നന്നാക്കേണ്ടത്? ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നീ എന്നെ ചെയ്തു, അത്രമേൽ എന്നെ ദ്രോഹിക്കുന്നുണ്ട്. ഞാനൊന്ന് സ്വസ്ഥായിട്ട് ജീവിച്ചോട്ടെ. അപ്പൊ നീ ഞങ്ങളിട്ട് ചാമ്പിതോ? അതൊക്കെ ഇന്ന് വെള്ളത്തിൽ വരച്ച വരയോ? അപ്പൊ ഞങ്ങള് ചെയ്തത് മാത്രമേ ഉള്ളൂ, നീ ചാമ്പിതൊന്നുമില്ല. കഷ്ടം. അല്ല, ഓളങ്ങനെ ചാവുകയാണെ ചത്തോട്ടെ, ഞാൻ ഏറ്റെടുത്തോളാം. കാരണം ഇനിയെങ്കിലും എനിക്കൊരു മറ്റേ ഒരു പെണ്ണുങ്ങള് പറയുന്നില്ലേ, ഈ എന്തായാലും ഈ കക്കൂസ് തോണ്ടിട്ട് ജയിലിൽ കിടക്കുന്ന അവസ്ഥയാ. സത്യം. ഇവള് വന്നിട്ട് 3-4 പെണ്ണുങ്ങളാണ് ഇത് ചെയ്തത്, ഞാൻ കേസ് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ ബസ് സ്റ്റാൻഡ് കക്കൂസ് പൊട്ടിച്ചിട്ട്, പബ്ലിക് കക്കൂസ് പൊട്ടിച്ചിട്ട് ജയിലിൽ കയറേണ്ട അവസ്ഥയായില്ലോ എന്ന് വിചാരിച്ചു ഞങ്ങളുടെ. മനസ്സിലായില്ലേ? എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, പലരും വീഡിയോ ചെയ്തിട്ടു ഇവക്ക് ഒരു കാലത്ത് സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇവളെ തിരിഞ്ഞു കുത്തി എന്ന് പറഞ്ഞു. ഒരിക്കലില്ല. കാരണം ഇവരെ ഈ സ്ത്രീകളൊക്കെ എത്ര യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തത്. സത്യം പറഞ്ഞാൽ ലസിത പാലക്കലിന് ബിഗ് സപ്പോർട്ടാണ് കിട്ടിയത്. ഒരു തവണയും അവൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷെ ഈ തവണ ലസിത അടിച്ചു വാരി മിന്നിച്ച് കൊണ്ടുപോയി. മോളെ, നീ 0 ആയി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ ഗതി. സാരമില്ലടാ, നമുക്ക് അടുത്ത തവണ ശരിയാക്കാം. പറഞ്ഞിട്ടുണ്ട്, ഇവളെ ഞങ്ങൾക്ക് മുമ്പേ ഇഷ്ടമില്ല, ഞങ്ങൾ ആരും ഇന്നേ വരെ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന്. എന്തിനാടി ഇങ്ങനെ വന്നിരുന്നു പച്ചെന്നാണ് പറയുന്നത്? പക്ഷെ ഈ പ്രാവശ്യം ഇഷ്ടമില്ലാത്തവര് പോലും ഇഷ്ടപ്പെട്ടു ലസിതേനെ. അപ്പൊ സമ്മതിച്ചേ, നമ്മളും കള്ളത്തരം പറയും. മനസ്സിലായില്ല എല്ലാവർക്കും? അത്രേ ഉള്ളു കാര്യം. അതാണ് കാര്യം. അടിസ്ഥാന ഘടകമാണിത്. ഞങ്ങൾ പറയാറില്ല. ഇവിടെ BJP-ക്കാര് പൊക്കിക്കൊണ്ടാടുന്നിട്ട് ഇപ്പൊ ഒരു എന്താ പറയാ, ചവറുമാരി വെച്ച ആൾക്കാരാണ്, ആൾക്കാരാണ് വെച്ച് പുള്ളി. ഓൻ ഇടയ്ക്കിടയ്ക്ക് സത്യം പറയുന്നുണ്ട് കേട്ടാ. ഓൻ്റെ ഓളെ BJP-ക്കാര് പൊക്കിക്കൊണ്ട് നടന്നിട്ട് ചവറ് പോലെ പുല്ല് പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു. ഓൻ ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് സത്യം പറയുന്നുണ്ട്. ഈ മാന്തി എന്നൊക്കെ പറഞ്ഞ തെറിത്താത്ത തെറി ബീവി, വേശി ബീവി കേട്ടല്ലോ പറഞ്ഞത്. ഓള് അമ്മേനൊക്കെ വിളിച്ച് മറ്റൊക്കെ പറഞ്ഞത് ഞാനൊന്നും പറയാച്ചല്ല, ഫോണിൽ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുഖല്ല. ഫോണിൽ കൂടി പറഞ്ഞ സുഖമില്ലെന്നാ? നേരിട്ട് വിളിച്ചില്ല നിന്നെ, നീ പോയില്ലല്ല. ഇപ്പൊ നിന്റെ നട്ടില് വിറച്ചല്ലേ? മറ്റേ മച്ചല്ലോ, മറ്റേ മച്ചി വേറെ. ഒരു കൃഷ്ണനെ വരച്ചിട്ട് എന്റെ കൃഷ്ണനാണെന്നും പറഞ്ഞു. പക്ഷെ എന്റെ കൃഷ്ണനാവണമെങ്കിലേ ഓളെ നീ ഒന്നും കൂടി ചത്ത് കഴിഞ്ഞിട്ട്. നിന്റെ കൃഷ്ണനാണെന്ന് ഞാൻ എവിടെയും ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഇനി പറയൂല്ല. സെയിം വെണ്ണക്കണ്ണനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ 2 വെണ്ണക്കണ്ണനെയും ചേർത്ത് വെച്ച് നോക്കിയാൽ അറിയാലോ എന്താണ് വ്യത്യാസം എന്ന്. കറക്റ്റായിട്ട് അതിൻ്റെ കമൻസ് ഞാൻ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ മോളതൊന്ന് കാണണേ. പിന്നെ നീ ഇപ്പം ലാസ്റ്റ് പറഞ്ഞ കാര്യം അത് ഞാൻ ഒന്നും കൂടി കേൾപ്പിച്ചിട്ട് നിനക്ക് അതിനുള്ള ആൻസർ തരാം. കൃഷ്ണനെ വരച്ചിട്ട് എന്റെ കൃഷ്ണനാണെന്നും പറഞ്ഞു. പക്ഷെ എന്റെ കൃഷ്ണനാവണമെങ്കിലേ ഓളെ നീ ഒന്നും കൂടി ചത്ത് കഴിഞ്ഞിട്ട്. അപ്പൊ ഇവളുടെ കൃഷ്ണനാവണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ചത്തിട്ട് എഴുന്നേറ്റ് വന്നം എന്നാണ് ഈ ഊടായ്പ് ഹണി ട്രാപ്പ് പറയുന്നത്. അപ്പൊ ഹണി ട്രാപ്പിനോട് എനിക്ക് പറയാനുള്ളതേ, നീ ആ 2 കൃഷ്ണന്മാരെയും ശരിക്കും ഒന്ന് അങ്ങോട്ട് നോക്ക്, എന്നിട്ട് നീ അഭിപ്രായം പറ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ വരച്ചത് എല്ലാം ശരിയാണെന്ന് ഞാൻ പറയൂല. അതായത് ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ വര തുടങ്ങിയതാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം വീണ്ടും വരയ്ക്കുന്നത്. 22 വയസ്സിലേ ഞാൻ വര നിർത്തി, വേണ്ടാന്ന് വെച്ചു. മനസ്സിലായില്ലേ? നീ ഊടായ്പ് വര 22ാമത്തെ വയസ്സിൽ നീ പഠിച്ചപ്പം എനിക്കൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവ് 22ാമത്തെ വയസ്സിൽ ഞാൻ വേണ്ടാന്ന് വെച്ചു, വരയ്ക്കുള്ളാന്ന് വെച്ചു. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിന്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ശരിക്കും കാർട്ടൂൺ പോലെയാണ്. അത് കണ്ടാൽ തന്നെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും. പക്ഷെ ഞാൻ വരയ്ക്കുന്ന ആ ഒരു ഫേസ്
ഇപ്പം ഈ പേപ്പറിൽ ചെയ്ത ആ വാട്ടർ കളറിൻ്റെ ആ ഫേസ് ഉണ്ടല്ലോ, അതായിരിക്കില്ല ചിലപ്പോൾ അടുത്ത പിക്ചറിന് എനിക്ക് ചെയ്യുമ്പോൾ കിട്ടുക. അതിൽ വ്യത്യാസങ്ങളും വരും. അതായത് മനസ്സിലായില്ലേ, അച്ചല്ല. പിന്നെ 22ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടിയ ജന്മസിദ്ധമായ വര നിർത്തിയ എന്നെയൊക്കെ നീ ചത്തട്ട് എഴുന്നേറ്റ് വന്നം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വെല്ലുവിളിക്കും. നിനക്ക് ധൈര്യം ഉണ്ടോ? ഓപ്പണായിട്ട് ക്യാമറയുടെ മുമ്പിൽ പബ്ലിക്കിൽ ഇരുന്നിട്ട് വരയ്ക്കാനായിട്ട് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ ചലഞ്ച് ഏറ്റെടുക്കാനാണ് ഇപ്പോഴും പറയുന്നത്. നീ ഏറ്റെടുക്ക്. നീ അവിടെ ഇരുന്നിട്ട് കൊണ അടിക്കുന്ന പോലെയല്ല. ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ഒരുമിച്ചിരുന്നിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്ന് വരയ്ക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? നീ അക്കറിലേക്ക് ഷീറ്റിലൊന്നും വരയ്ക്കണ്ട, വെറും വെള്ള പേപ്പറിൽ, പബ്ലിക്കിലെ ആൾക്കാർ തരുന്ന വെള്ള പേപ്പറിൽ വരയ്ക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വന്ന് എന്നോട് മത്സരിക്ക്. അതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ നീ മത്സരത്തിന് ഒരുങ്ങി വരണം എന്നുണ്ടെങ്കിൽ നീ ചത്തട്ട് വീണ്ടും എഴുന്നേറ്റ് വരണം. മനസ്സിലായില്ലേ? അതാണ് നിനക്കുള്ള മറുപടി. എവിടെയെങ്കിലും വെച്ച് എന്റെ കണ്ണിന്റെ മുമ്പ് കണ്ട ആളുണ്ടോ ആളില്ലാത്തൊന്നും ഞാൻ നോക്കൂല, ഞാൻ പൊട്ടിക്കും. കേട്ടല്ലോ, ആളുണ്ടോ ഇല്ലയോ ഒന്നും ഞാൻ നോക്കൂല, ഞാൻ പൊട്ടിക്കും. എന്തിന്? വൈ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇവർക്കിടെ വിഷയം ഞാൻ വരയ്ക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പം 100% തെളിഞ്ഞിരിക്കുകയാണ്, ഉറപ്പായിരിക്കുകയാണ്. കാരണം അതായത് വെണ്ണക്കണ്ണനെ ഞാൻ വരയ്ക്കുന്നത് കൊണ്ട് എന്നെ കണ്ടെടുത്ത് വെച്ചിട്ട് ഇവർ പൊട്ടിക്കും. അതാണ് ഇവൻ്റെയൊക്കെ ഉദ്ദേശം. ഓനെ പൊട്ടിക്കാൻ നീ വന്നേക്ക്, ഞാൻ തൃശ്ശൂർ തന്നെ ഉണ്ട്, നീ ഇങ്ങോട്ട് പോരെ, എന്നെ അന്വേഷിച്ച് ഇനി എങ്ങും പോകണ്ട. അതറിയാണ്ടൊരു മൈരം പറഞ്ഞ് ആ പറഞ്ഞത് വേറൊരു വേശി എടുത്തിട്ട് യൂട്യൂബിലും. അപ്പം നിങ്ങൾ പറ, ഇവനൊക്കെ എന്തു പറഞ്ഞാലാണ് മതിയാവുക? ശരിക്കും കാന്താരി മുളകിന്റെ ആവശ്യം തന്നെ ഇവർക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആത്മഹത്യാ നാടകം ചെയ്തെന്ന് പറഞ്ഞ കുറെ യൂട്യൂബർമാർ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടോ, എനിക്ക് തലക്ക് പ്രാന്തൊന്നുമില്ല, എന്റെ ശരീരത്തെ ഇങ്ങനെ വേദനിപ്പിച്ച് സ്റ്റിച്ചിട്ട് ആ വേദനയും കൊണ്ട് നടക്കാൻ വേണ്ടി യൂട്യൂബേഴ്സ് എല്ലാവരും ഇവർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡോ, എനിക്ക് തലയ്ക്ക് വട്ടൊന്നുമില്ല, ഇങ്ങനെ പോയിട്ട് മുറിക്കാനും പിടിക്കാനും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, സൈക്യാട്രിസ്റ്റിനെ കാണണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം മോൾക്ക് എന്താണ്, വട്ടല്ലേ, ഭ്രാന്തുള്ള ഒരാളും എനിക്ക് ഭ്രാന്താണെന്ന് പറയില്ല. പക്ഷെ ഡോക്ടർ അതിനകത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട കേസാണ്, വട്ട് കേസാണ് എന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നിനക്ക് വട്ടല്ല, നിനക്ക് ഭ്രാന്താണ്, ഭ്രാന്ത്. അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ് നമ്മളെന്താക്കണം, ഇവിടെ കേട്ട് ഇവിടെ വിടണോ? അന്ന് മുറിക്കുക ഒരാള് നാടകം കളിക്കാനാണല്ലോ. അതാ ഞാൻ പറഞ്ഞ ഇവരെല്ലാത്തവര് പറയും. ആണല്ലോ, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടല്ലോ, ജനങ്ങളും പറഞ്ഞല്ലോ. ഇനി അതിൽ കൂടുതൽ തെളിവ് വേണോ? ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നീ എന്തു അടി വന്നിരുന്നിട്ട് നീ ആടിനെ പട്ടിയാക്കാൻ നോക്കുന്നത്? ജനങ്ങളൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുവാടി. 60 കോടിന്റെ വീട്ടിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കുന്ന ഗൈസ്. 60 കോടിയില്ലെങ്കിലും 1 കോടിയാണെന്ന് സമ്മതിച്ചല്ലോ. 1 കോടിയുടെ മുതലുള്ള നീയല്ലേടി നുണയും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നുമില്ല, ആരുമില്ല, കൂടിയില്ല, കുടുംബമില്ല എന്നും പറഞ്ഞുകൊണ്ട് വന്നത്. ഗച്ച് ഗള്ളി. എന്താ പറയാ, ബാക്കി തോട് പൊട്ടിയിട്ട് മാറ്റിയില്ലല്ലോ. ബാക്കി തോട് പൊട്ടിയിട്ട് മാറ്റിയില്ല. ബാക്കി തോട് പൊട്ടിയിട്ട് മാറ്റിയില്ല. നിസ്സാര കേസ്, ചീള് കേസ്. ഇത്രയും പവനും കാര്യങ്ങളും ഒക്കെ വെറുതെ കൊടുക്കുന്ന നിങ്ങൾക്കാണോ ഒരു ഓട് മാറ്റാൻ പ്രയാസം? അപ്പോ ഞാൻ നേരത്തെ വിചാരിച്ചതാ, വരുന്ന വഴിക്ക് വിചാരിച്ചതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്ന് ലളിത പാലിക്കലിനോട് കാര്യം പറയണം എന്നുള്ള ഞാൻ വിചാരിച്ചതായിരുന്നു. കാരണം പിന്നെ നിന്റെ കാര്യം കേട്ടില്ലെങ്കിൽ ലളിത പാലിക്കലിനോ അതിന്റെ ഇടയിൽ കൂടി ഇപ്പൊ ഇവിടുന്ന് ഒരു നടന്നൊരു വീഡിയോ എടുത്താൽ അത് അപ്പളേക്ക് ആടാതെ നടന്ന വീഡിയോ. ഇവിടെ ഇന്ന് തൂറിയാല് അത് ആടങ്ങനെ, ഇവിടെ കിടന്ന് തൂറിയാല് അതും ആടാം. ഞാനൊന്ന് വട്ടം കറങ്ങിയൊരു വീഡിയോ ചെയ്ത സ്പോട്ടിന് വട്ടം കറങ്ങി. അതൊക്കെ എന്തായിക്കോട്ടെ. അതാണ് ലളിത പാലിക്കൽ. മുട്ടാൻ നിൽക്കണ്ട മോളെ, തൂറിപ്പോ.